തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. വിമത ഭീഷണിയിൽ മുന്നണികൾ. കണ്ണൂരിൽ 14 CPM സ്ഥാനാർത്ഥികൾക്കെതിരില്ല. വാഗ്ദാന പെരുമഴയുമായി UDF പ്രകടന പത്രിക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N വാസു അഴിക്കുള്ളിൽ തുടരും. റിമാൻഡ് കാലാവധി 14 ദിവസം കൂടി നീട്ടി. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനം മറ്റന്നാൾ. കോടതിക്ക് പുറത്ത് N വാസുവിനെതിരെ BJP പ്രതിഷേധം. വധശിക്ഷയ്ക്ക് വിധിച്ച ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടാൻ നയതന്ത്ര നീക്കവുമായി ബംഗ്ലാദേശ്. ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി കത്തയച്ചു. ഉഭയകക്ഷി കരാർ പ്രകാരം ഹസീനയെ വിട്ടു നൽകണമെന്ന ആവശ്യം. പ്രതികരിക്കാതെ ഇന്ത്യ. ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. വിട്ടുനിന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാഹുൽ എവിടെയെന്ന് ആർക്കും അറിയില്ല എന്ന വിമർശനവുമായി BJP. ഇന്ത്യൻ ഇതിഹാസ താരം ധർമ്മേന്ദ്രയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം മുംബൈയിൽ നടത്തി. നഷ്ടമായത് ബോളിവുഡിന്റെ ഹീമാനായ അതുല്യ പ്രതിഭ. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ അന്തർവാഹിനി പ്രതിരോധ യുദ്ധക്കപ്പൽ മാഹി മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. നിർമ്മിച്ചത് കൊച്ചി കപ്പൽശാലയിൽ. 80% തദ്ദേശീയ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച കപ്പൽ രാജ്യത്തിന് അഭിമാനമെന്ന് കരസേനാ മേധാവി. അമൃത TVയുടെ പ്രഥമ ഡിജിറ്റൽ മീഡിയ പുരസ്കാരം സമ്മാനിച്ചു. സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കും R ശ്രീകണ്ഠൻ നായർക്കും ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം. മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമായി അമൃത ടെലിവിഷൻ മാറിയെന്നും 20 വർഷത്തെ പ്രവർത്തനമേന്മയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തുടങ്ങിയപ്പോഴുണ്ടായ നിലവാരം 20 വർഷം കഴിയുമ്പോഴും കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അമൃത TVയുടെ സവിശേഷതയായി ഞാൻ കാണുന്നത്.